മാർച്ച് 28 ഞങ്ങളുടെ അമലുമാമൻ്റെ, അതായത് കുഞ്ഞാച്ചിറ്റയുടെ ഹസ്ബൻഡിൻ്റെ പിറന്നാളാണ്. അപ്പോൾ അവൾ കുറേ പ്ലാൻ ചെയ്ത് വെച്ച് വലിയൊരു സർപ്രൈസാണ് കേട്ടോ അമലിന് കൊടുത്തത്. ശരിക്കും പറഞ്ഞാൽ അമൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല അത്രയും വലിയൊരു സർപ്രൈസ്. അപ്പോൾ അവളാണെങ്കിൽ നേരത്തെ ഒരു 2 ദിവസം മുമ്പേ ഞങ്ങളെയും വിളിച്ചു, അമ്മച്ചിയും കുഞ്ഞിയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു അമലിൻ്റെ പിറന്നാളാണ്, അപ്പോൾ ഒരു സർപ്രൈസായിട്ട് നമുക്ക് വലിയൊരു സർപ്രൈസ് കൊടുക്കാം നമുക്കെന്നും പറഞ്ഞ് ഞങ്ങളെ വിളിച്ച് പറഞ്ഞ് അവളെല്ലാം സെറ്റ് ചെയ്തു. അപ്പം ഞങ്ങൾ പറയാതാണ് ചെന്നത്, അതുകൊണ്ട് തന്നെ ഭയങ്കര സർപ്രൈസായിപ്പോയി അമലിന്. പിന്നെ കേക്ക് ഉണ്ടായിരുന്നു, അത് അടുത്ത സർപ്രൈസ്. പിന്നെ ബാക്കിയുള്ള സർപ്രൈസുകളൊക്കെ നമുക്ക് പുറകെ കാണാവേ. എല്ലാരും എന്ത് എല്ലാരും വിളിക്ക്. അമ്മ പപ്പയൊക്കെ എന്ത്? ക്യാമറാമാൻ റെഡിയാണോ പറഞ്ഞില്ല. അയ്യോ സിനിമയിലെടുത്തത് എന്നാ നടന്നിട്ട് വേണം നീ. എല്ലാരും എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് കുഞ്ഞാവെ എടുക്കാം. താങ്ക് യു. പപ്പ പൊതിഞ്ഞ ആളും ഒന്നാ, കരങ്ങൾ ഒന്ന് തന്നെയാണ്. പറ്റിച്ചതാ ഉറപ്പെന്നല്ലേ. ഇനി അപ്പൊ തുറക്കണോ? വായിച്ചു നോക്കിട്ട് തുറക്കാം. അങ്ങനെ എല്ലാം പറ്റിയ എത്ര ക്ലാസ് ഡിഗ്രിക്കോ എല്ലാം ഉണ്ട്. ഫോട്ടോസ് എന്റെ ഫോൺ പോയില്ലായിരുന്നു, എന്റെ ഫോട്ടോ ഒന്നും ഇല്ലായിരുന്നു. അതെന്നും പറയാ അതാ ഇഷ്ടം വർഷത്തിലൊന്നേ അടുത്ത വർഷത്തെ
പത്തരയ്ക്ക് വരാന്നൊക്കെ ആയിരുന്നു. പക്ഷെ അന്നേരം അച്ചു വിടുന്ന പോലെ എനിക്ക് ഇഷ്ടപ്പെട്ടു, മനസ്സിലാവുന്നില്ല. അങ്ങനെയുണ്ട്. അങ്ങ് ശ്രീധരൻ്റെ എല്ലാ കാലത്ത് വലിയ വെറൈറ്റിയാ. അപ്പോൾ നമ്മുടെ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ പതുക്കെ ഫുഡിങ്ങിലോട്ട് കിടക്കുക കേട്ടോ. നമ്മുടെ സ്പെഷ്യൽ ബർത്ത്ഡേ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേട്ടാ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അവൾ. പിന്നെ നമ്മുടെ അമ്മയാണെങ്കിൽ കപ്പയും ചിക്കനും വെച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കാരണം നമുക്ക് കഴിച്ചിട്ട് പെട്ടെന്ന് പോരേണ്ടതുകൊണ്ട് നമ്മൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.